പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച സൂപ്പർ സൺഡേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. സമയം 10 മണി കഴിഞ്ഞ് 36 പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയ റാന്നി ടൗണിൽ വ്യാപാരികളുടെ പ്രതിഷേധമാണ്. ആവശ്യത്തിന് ശുചീകരണ സംവിധാനങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാണ് പ്രതിഷേധം. ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, എന്താണ് അവിടെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്? എന്താണ് അവിടുത്തെ പ്രശ്നം? അവിടെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതാണ്. റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. എന്താണ് വ്യാപാരികൾ പറയുന്നത്? ഈ കട പണിതിട്ട് 5 ദിവസം അരുൺ, നാം രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അത് റാന്നി ഇട്ടിയപ്പാറയിലെ മാലിന്യ പ്രശ്നം എന്നുള്ളത്. രാവിലെ ഇവിടെ പടകുളം മധു MLA വന്നിരുന്നു. അതിനുശേഷം നാം സൂചിപ്പിച്ചിരുന്നു ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ നടന്നിരുന്നില്ല. കാരണം മാലിന്യം മുഴുവൻ മൂടിയ അവസ്ഥയിലാണ്. വ്യാപാരികളൊക്കെ കടകളിലേക്കൊക്കെ എത്തിയതേ ഉള്ളൂ. പക്ഷേ ഈ പഴവങ്ങാടി പഞ്ചായത്ത് അധികൃതർ ഇവിടെ വന്ന് ഇവരോട് എത്രയും വേഗം ഈ ഒരു മാലിന്യം അവിടെ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കടക്കാർ പറയുന്നത് തങ്ങളുടെ കടകളിലെ നഷ്ടം എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് ആദ്യം നോക്കട്ടെ, അതിനുശേഷം മാത്രമല്ലേ മാലിന്യം നീക്കാനാകൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അപമര്യാദയായി ഈ ഉദ്യോഗസ്ഥർ പെരുമാറി എന്നാണ് അവർ പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധനം എത്രയും പെട്ടെന്ന് നിങ്ങൾ വേസ്റ്റ് മാറ്റണം. വേസ്റ്റ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇടുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല, പഞ്ചായത്തിലെ മറ്റുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് വന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറ്റിയിടുക. മാറ്റിയിട്ട് അവിടെ കൂട്ടണം. കൂട്ടിയിൽ അടുത്ത വണ്ടി ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. ഇനി വണ്ടി വരത്തില്ല. അഥവാ ഇനി വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം ചെലവിൽ ഈ സാധനം മാറ്റണം. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് മാറ്റോ, നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഉടനെ തന്നെ ആരോണം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അതിന് ശാശ്വത പരിഹാരം അവർ പറഞ്ഞു. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനം എന്താ? നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നാളെ നമുക്ക് ഇതിന്റെ റോഡ് ഉപരോധിച്ചുകൊണ്ട്, കാരണം ഇതിന് അടിക്കടി ഈ വെള്ളം കയറുന്നത് ഇത് ഒരു പ്രാവശ്യമല്ല, ഇത് പല പ്രാവശ്യവും എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ മേളത്തെ കടകളിലൊക്കെ വെള്ളം കയറുന്നത് 2018 ശേഷം ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ എങ്കിലും ഈ കടകളിലെല്ലാം അപ്പോൾ നിങ്ങൾ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോവുകയാണ്. ശക്തമായിട്ടുള്ള സമരമാണ്. നാളെ മുതൽ ഞങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ വേണ്ടി റോഡ് ഉപരോധിച്ചുകൊണ്ട് മുഴുവൻ വ്യാപാരികളും ഇട്ടിയപ്പാറ ടൗണിനെ, ഈ പഴവങ്ങാടി ടൗണിനെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാളെ മുതൽ ഈ റോഡ് തെരഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട MLAയും മന്ത്രിയും കളക്ടറും അടക്കം നാളെ വന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. അതിനൊരു ഉറപ്പ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്കെ ഇതുപോലെ ഉറപ്പുകൾ തന്നാണ്. പക്ഷെ ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അടിക്കടി ഇതിനൊരു ആശ്വാസം പരിഹാരം വേണം. കാരണം ഈ ടൗൺ നിലനിൽക്കണം. ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞത്, അധികാരികൾ പറഞ്ഞത്, അതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല? മാലിന്യം ഞങ്ങൾക്ക് അതല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് അരേറ്റം വെള്ളം കിടക്കുന്ന അവസ്ഥയാണ്. പാമ്പും എലിയും അടക്കം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇതിനകത്ത് വെള്ളം കയറും. ഈ എലിയും അടക്കം ഇതിൻ്റെ അകത്ത് കിടക്കുക, പാമ്പടക്കം കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു ചെറിയ മഴ പെയ്താലും ഇതാണ് ഇവിടുത്തെ റാന്നി ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി. നിങ്ങൾക്കറിയാമോ, ഒരു മേളിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പാവം പിടിച്ചോ ഇത് ഞങ്ങളെപ്പോലുള്ളവർ എവിടെ പോകും? ഈ ഓണം പ്രമാണിച്ച് എന്തുമാത്രം കാശ്. ഇനി ഇന്നലത്തെ കാര്യം പറയാൻ, എൻ്റെ ഒരു സുഹൃത്ത് ഇറച്ചി രാവിലെ മാടിനെ വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ വെള്ളം അവനിത് എവിടെ കൊണ്ടുപോകും? അവന്റെ കരച്ചിൽ ഞാൻ കണ്ടതാ. അതുകൊണ്ട് ഇപ്പുറത്തിപ്പോ ഇവിടെ ഉണ്ട്. ഇങ്ങനൊക്കെ കാണിക്കുന്ന ഇത് സർക്കാർ ഒരു ഇത് കാണണം ഇവിടെ. ഇന്ന് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കേണ്ട കാര്യമല്ല. ഈ ശാശ്വതമായ ഒരു പരിഹാരം വേണം. കാര്യം ഇവിടുത്തെ പുഴ താത്തു കൊടുത്താൽ ഇതിന്റെ 2018 മുമ്പ് വലിയ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇല്ല. അപ്പൊ ഇവിടുത്തെ പുഴ നികന്നിട്ട് പെട്ടെന്ന് വെള്ളം കയറും. ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നിങ്ങളുടെ പെറ്റി അടിക്കുമെന്നാണ് പറഞ്ഞത്. സാർ, റാന്നി MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പഞ്ചായത്ത് അധികൃതർ വന്നു. പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ വേസ്റ്റ് ഞങ്ങളുടെ കട ഇപ്പം മുഴുവൻ വെള്ളത്തിലായി കിടക്കുകയാണ്. ഈ വേസ്റ്റ് ഇപ്പം വാരി ഇതിനകത്തിടണം, വെളിയിലിടണം. ഇല്ലാത്ത പക്ഷം ഞങ്ങളിത് കൊണ്ടുപോയത്തല്ലെന്ന് പറഞ്ഞു. അത് പഞ്ചായത്ത് സെക്രട്ടറി MLA പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റിയാൽ മതി. നിങ്ങൾ എപ്പോൾ മാറ്റിയാലും ആ വേസ്റ്റ് ഇവിടുന്ന് ഞാൻ മാറ്റിക്കോളും. മനസ്സിലായി? നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങൾ വെള്ളം കുറയുക, കണക്ക് തിട്ടപ്പെടുത്തുക, ലോസ് കണക്കാക്കുക, എന്നിട്ട് നിങ്ങൾ സൗകര്യപ്രദമായിട്ട് ഇടുക. പക്ഷെ എടുക്കുമ്പോ വലിച്ചെറിയരുത്. ഒരു സ്ഥലത്ത് വെക്കണം. ആ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിക്കോളും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് അരമണിക്കൂറിനകം അതൊന്നും ഗൗനിക്കണ്ട. പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല കേട്ടോ. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ക്ലീനിങ്ങിനുള്ള ചുമതലയുണ്ട്. അതിന് ഗവൺമെന്റ് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പൈസ പോരാതെ വന്നാൽ വീണ്ടും കൊടുക്കും. അതിന്റെ അർത്ഥം ഒരു വണ്ടി കൊണ്ടുവന്ന് അപ്പം തന്നെ വാരണമെന്നല്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യമൊക്കെ നോക്കി
നിങ്ങളുടെ സാധനങ്ങളൊക്കെ സുരക്ഷമാക്കാൻ പറ്റുന്ന സുരക്ഷിതമാക്കി സാവധാനം നിങ്ങൾ നീക്കം ചെയ്താൽ മതി. പക്ഷേ വേസ്റ്റ് ഒരു സ്ഥലത്ത് ഇടണം. പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഓക്കെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങളിവിടെ അടിക്കടി എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുന്നുണ്ട്. ഈ മുകളിലത്തെ കടയല്ല, ഈ താഴത്തെ കടകളിൽ മുഴുവൻ വെള്ളം പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഓട്ട ഇവിടുന്ന് ഈ ഓട അങ്ങേയറ്റത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഓട അടഞ്ഞു. രണ്ടാമത് ആറ്റിൽ മണലുവാരില്ല ആറ്റിൽ മണലുവാരില്ല. അതുപോലെ തന്നെ വലിയ തോടിൽ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഓരോ വർഷം കടമണിയുടെ മുഴുവൻ പോകുക. പറയുന്ന എല്ലാം ശരിയാണ്. പറയുന്ന എല്ലാം ശരിയാണ്. ഈ സ്ഥാപനങ്ങൾ 100% ശരിയാണ്. ഇവിടെ 2018 പ്രളയം ഉണ്ടായി. ഒരു പരിഹാര നടപടി സ്വീകരിച്ചില്ല. 8 വർഷം കഴിഞ്ഞു, ഒന്നും ചെയ്തില്ല. എല്ലാ വർഷവും റാന്നിക്കാർ വെള്ളം കുടിച്ച് ജീവൻ തൊലയണമെന്നുള്ള അവസ്ഥയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. MLA ഇപ്പോൾ രാവിലെ അങ്ങയുടെ നേതൃത്വത്തിലാണല്ലോ അങ്ങ് തന്നെ വന്നാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഈ ഉദ്യോഗസ്ഥരും സർക്കാരും രണ്ട് തട്ടിലാണോ? അപ്പോൾ ഒരിക്കലുമല്ല, ഉദ്യോഗസ്ഥരല്ല. ഇന്നലെ രാത്രിയിൽ മൊത്തം അവർ ഉറക്കുളച്ച് ഉണ്ടായിരുന്നു. ചെറിയ അവരുടെ പരിമിതികളൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥരായി സഹകരിക്കാതിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ വെളുപ്പിന് 4 മണിക്ക് ഞാനാണ് കളക്ടറെ വിളിക്കുന്നത്, SP വിളിക്കുന്നത്. അപ്പം മുതൽ അവർ രണ്ടുപേരും ഫീൽഡിലാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്നൊരു അലംഭാവം കാണിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവും. ഇപ്പൊ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ ആദ്യം മാലിന്യം ആണ് നീക്കേണ്ടത് ഉദ്യോഗസ്ഥർ പറയുന്നു. കടക്കാർ പറയുന്നത് അവരുടെ നഷ്ടം ആദ്യം നോക്കണ്ടേ. അവർക്ക് വളരെ വേദനയോടുകൂടിയാണ് അവർ പറയുന്നത്. നഷ്ടം അവർ തിട്ടപ്പെടുത്തട്ടെ. അവരുടെ സൗകര്യം അനുസരിച്ച് അവരിവിടുത്തെ ക്ലീനിങ് പരിപാടി അവർ കടയ്ക്കകത്ത് അവർ ചെയ്യട്ടെ. കടയ്ക്കകത്ത് അവർ നീക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആരും ഇടപെടത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നതാണ്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പുറത്തെ മാലിന്യം നമ്മൾ നീക്കം ചെയ്തു. ഇവിടെ റാന്നിയിൽ വ്യാപാരികളുടേതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചാൽ മതിയോ. അത് അവരോട് ആരും ഉത്തരവ് കൊടുക്കാൻ പോകണ്ട. അവർ കൃത്യമായിട്ട് അത് ചെയ്തോളും. വ്യാപാരികളുടെ വേദനയും പ്രയാസവും എനിക്കറിയാം. അത് ഞാൻ 2018 ഇവിടെ വന്നിട്ട് പ്രളയത്തിൽ വന്നിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം. അതുകൊണ്ട് അവര് സാവകാശം ചെയ്തോട്ടെ. ഞങ്ങളോട് വളരെ ചൂടായി സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധം വന്നത്. ഞങ്ങളുടെ മാന്യമായിട്ട് അവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നത്തിന് പോകത്തില്ലായിരുന്നു. ഈ രീതിയിൽ സംസാരിച്ചാൽ മതി. ഈ രീതിയിൽ സംസാരിക്കേണ്ട സമയത്ത് ആ സമയത്ത് പറഞ്ഞിരുന്ന ഈ സമയം ഞങ്ങൾക്ക് ഈ പൊതു സ്ഥലം മാത്രം വൃത്തികരിക്കേണ്ടതുള്ളൂ ഞങ്ങളുടെ ചുമതലയെന്ന് ഇപ്പം എടുത്തിട്ട് എന്നാൽ വേസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകും. ആ സമയത്ത് പറയാൻ പറ്റുന്നതാണോ? ഇത്രയും സ്ഥാപനം മൊത്തം നശിക്കുന്ന മനുഷ്യന്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കാ സമാധാനം ഉണ്ടാവുന്നത്? നാളെ മുതൽ ഞങ്ങൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം. ഓടവെള്ളം മഴ പെയ്ത 3-4 മഴ പെയ്ത ഓടൻ വെള്ളമാണ്. ഈ 3-4 കടകളിൽ അപ്പം തന്നെ വെള്ളം. ഇതിന് ഡ്രെയിനേജ് സിസ്റ്റം അന്ന് 2018 മുതൽ ഇതിനിടെ ഒരു 4 പ്രാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. മേളിലോട്ടൊന്നും ഇത്രയും സംഭവിച്ചിട്ടില്ല. 2018 ശേഷം ഇപ്പോഴാണ് ബാക്കിയുള്ള കടകൾക്ക് സംഭവിച്ചത്. നിരന്തരമായിട്ട് ഈ കുഴികളിലുള്ള കടകളെല്ലാം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ശാസ്ത്രീയമായി കണ്ടെത്തി അതിനനുസരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് വന്ന നാശനഷ്ടങ്ങൾക്ക് അതിനിപ്പോൾ MLA പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്താ കണക്കെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ, ഈ വ്യാപാരികൾ പറയുന്നത് അവരോട് ഉദ്യോഗസ്ഥർ കുറച്ച് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം. അതായത് ഈ മാലിന്യം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ധൃതി പിടിച്ചുകൊണ്ട് ഒരു വാണിംഗ് പോലെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല. ആദ്യം കടകളിൽ തങ്ങൾക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് വന്നത് അതാദ്യം തിട്ടപ്പെടുത്തണം. അതിനുശേഷമല്ലേ ഈ മാലിന്യ നിർമ്മാർജ്ജനം, കടകളിൽ നിന്നുള്ള മാലിന്യമൊക്കെ മാറ്റുന്നത് പിന്നീടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏതായാലും റാന്നി MLA പഴകുളം മധു ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തി ഈ വ്യാപാരികളുമായി സംസാരിച്ചു. അദ്ദേഹം വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് അത് എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം നിങ്ങൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും റാന്നിയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. 2018 മഹാപ്രളയത്തിൽ കോടികൾ നഷ്ടം സംഭവിച്ചു. എന്നിട്ട് പോലും സഹായധനങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ സമാന രീതിയിൽ വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ മാലിന്യമൊക്കെ നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല, തങ്ങൾ അതിന് വഴങ്ങില്ല എന്നാണ് റാന്നിയിലെ ഇപ്പോൾ കച്ചവടക്കാരെല്ലാവരും തന്നെ പറയുന്നത്. ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ മാലിന്യം ഏകദേശം നീക്കിയിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം പച്ചക്കറി മാലിന്യങ്ങൾ, ഒപ്പം തന്നെ കടകളിൽ നിന്നും മാറ്റേണ്ട കാര്യങ്ങളാണ്.